നമസ്കാരം. ഇന്നൊരു കറിവേപ്പില പൊടി റെസിപ്പിയാണ്. തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തി പൊടി റെസിപ്പിയാണിത്. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും അതുപോലെ തന്നെ പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ചമ്മന്തി പൊടി റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പിട്ട് നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് അഥവാ ചനാദാൽ ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 1/4 ഭാഗം വരെ മൂപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുക. 1/4 ഭാഗത്തോളം മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് എരിവിനനുസരിച്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 8 എണ്ണമാണ് ചേർത്തിരിക്കുന്നത്. എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കറിവേപ്പില പൊടിയിൽ അധികം എരിവിൻ്റെ ആവശ്യം ഇല്ല. വേണമെങ്കിൽ ഒരു 10 എണ്ണം വരെ ചേർക്കാവുന്നതാണ്. 1/4 ഭാഗത്തോളം മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറുത്ത എള്ളാണ് ചേർത്തിരിക്കുന്നത്. ഓപ്ഷണലാണ്, താല്പര്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് ഇളക്കുവാണ്. ചെറു തീയിൽ വെച്ച് വേണം ഇതെല്ലാം വറുത്തെടുക്കാൻ. ഇതെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം അതേ പാനിലേക്ക് 2 പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം വാർത്തുക. അതിനുശേഷം ഒരു വലിയൊരു പ്ലേറ്റിലോ മറ്റോ വെച്ച് ഫാനിൻ്റെ കീഴിലോ അല്ലെങ്കിൽ നല്ല കാറ്റുള്ള സ്ഥലത്ത് വെക്കുവാണെങ്കിൽ ഈർപ്പമെല്ലാം മാറിക്കിട്ടും. എന്നിട്ട് ചെറു തീയിൽ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലല്ലാതെ തന്നെ വെയിലത്ത് വെച്ച് വേണമെങ്കിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല വെയിലൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ 2 ദിവസം വെക്കുവാണെങ്കിൽ കറിവേപ്പില നന്നായിട്ട് ഉണങ്ങി കിട്ടും. അതിനുശേഷം വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതുപോലെയുള്ള ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലയേക്കാൾ വീട്ടിൽ നിന്ന് പറിച്ചെടുക്കുന്ന കറിവേപ്പിലയായിരിക്കും ബെസ്റ്റ്. അഥവാ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ഉപ്പുവെള്ളത്തിൽ കഴുകുക, അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം ശുദ്ധജലത്തിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ കീടനാശിനിയുടെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സൗണ്ട് കേൾക്കും. അതാണ് പരുവമെന്ന് പറയുന്നത്. ഈ ഒരു പരുവം മതിയാവും. ഞാനിപ്പോൾ കാണിച്ചു തരാം. കൈകൊണ്ടിപ്പം ഒരു ഇലയെടുത്ത് ഇങ്ങനെ ഒടിക്കുന്ന സമയത്ത് പപ്പടം പോലെ പൊടിഞ്ഞു വരും. ഇതാണ് പരുവം. ഇനിയിപ്പം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കൂട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ചമ്മന്തിപ്പൊടിയിലേക്ക് അധികം ഉപ്പിൻ്റെ ആവശ്യം വരത്തില്ല. അതുകൊണ്ട് ഉപ്പ് ചേർക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിച്ച് ചേർക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കറിവേപ്പില ഇതുപോലെ കൈകൊണ്ടൊന്ന് ഞെവടി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് വരും. ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ മിക്സിയുടെ ജാറാണെങ്കിൽ ഒരു പ്രാവശ്യം നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല. കുറേ അധികം സമയം നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒറ്റ ബാച്ചായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പം നമ്മളിപ്പം കൈകൊണ്ട് ഞെരടി പൊടിച്ച് വെച്ചിരുന്ന ഈ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഒരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഉണ്ട്. പൊടിച്ചതിന് ശേഷമാണ് നമ്മളത് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ഗ്രീൻ കളറാണ്. നമ്മൾ വെയിലത്ത് വെച്ചാണ് കറിവേപ്പില ഉണക്കിയെടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു പച്ചക്കളർ വരും. ഇനിയിപ്പം കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞതും കൊണ്ട് എടുക്കുവാണ്. കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഞവടി കൊടുക്കാം.
ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്തെങ്കിലും വെച്ചൊന്ന് കൊട്ടിക്കൊടുക്കുക. നന്നായിട്ടൊന്ന് ചതച്ചിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന കറിവേപ്പില പൊടിയിലേക്ക് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു സ്വാദാണ്. വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത്. വെളുത്തുള്ളിയിലുള്ള നീരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വെളുത്തുള്ളിയുടെ നീര് നനവ് ഉണ്ടെങ്കിൽ പനലാവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിനും അതുപോലെ തന്നെ പുറത്തൊക്കെ കൊണ്ടുപോകാനാണെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് കൂടെ കരുതാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ചമ്മന്തിപ്പൊടിയാണ്. ഒരു തവണ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് പ്രതീക്ഷിക്കുന്നു.